1973 കരാർ പ്രകാരം ശിരുവാണി ഡാമിൽ നിന്നും 1.3 TMC ജലമാണ് കേരളം കുടിവെള്ളത്തിനായി തമിഴ്നാടിന് നൽകുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച പഴയ ടണൽ വഴിയാണ് തമിഴ്നാട്ടിലേക്ക് വെള്ളമൊഴുകുന്നത്. കഴിഞ്ഞ വർഷം ഇത് കേരളം കണ്ടെത്തിയിരുന്നെങ്കിലും ഇപ്പോഴാണ് ടണൽ അടക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 2 ടണലുകൾ വഴിയാണ് വെള്ളം തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്നത്. 3.5 അടി വെള്ളത്തിനു താഴെയാണ് ടണൽ. ടണലിന്റെ മുൻഭാഗത്തുള്ള കല്ലും ചെളിയും മാറ്റുക എന്ന ശ്രമകരമായ ജോലിയാണ് ഇപ്പോൾ തുടരുന്നത്. പഴയ വെല്ലിൽ കല്ലും ചെളിയും മൂടിക്കിടക്കുകയാണ് വെള്ളത്തിന്. അതിന് 3 മീറ്റർ വെള്ളത്തിൻ്റെ താഴെ അതൊരു ഡൈവേഷൻ ഇറക്കി ചെളി മാറ്റി ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലീക്കേജ് എന്തൊക്കെ ഉണ്ടെന്നറിയാം. അത് ഈ വെള്ളത്തിനടിയിലുള്ള പണിയാണ്. ഈ കല്ലുകൾ ചെന്ന് ഓരോ കല്ലെടുത്ത് മാറ്റുന്നത്. ഇപ്പോൾ എത്ര ദിവസം എടുക്കുന്നതൊക്കെ പറയാൻ പറ്റില്ല. എന്നാൽ കേരളം ശിരുവാണിയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് നൽകുന്ന വെള്ളം തടസ്സപ്പെടുത്തുന്നു എന്ന പ്രചാരണമാണ് തമിഴ്നാട്ടിൽ വ്യാപിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെരിയാർ ദ്രാവിഡ കഴകം പ്രവർത്തകർ കോയമ്പത്തൂരിൽ KSRTC ബസ്സുകൾ തടഞ്ഞിരുന്നു. തമിഴ്നാട് സർക്കാരിന്റെ അറിവോടെയാണ് പഴയ ടണൽ വഴി വെള്ളം ചോർത്തിയിരുന്നത്. കേരളം ഇപ്പോൾ ചെയ്യുന്ന പണികൾ നിരീക്ഷിക്കാൻ തമിഴ്നാട് ഉദ്യോഗസ്ഥരും ശിരുവാണിയിലുണ്ട്. മഴയെത്തും മുമ്പേ തമിഴ്നാട് അനധികൃതമായി വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ് അടയ്ക്കാമെന്ന പ്രതീക്ഷയിലാണ് കേരളമുള്ളത്. എന്നാൽ തമിഴ്നാടിന് കേരളം നൽകുന്ന വെള്ളം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നു എന്ന പ്രചരണമാണ് തമിഴ്നാട്ടിൽ വ്യാപകമാകുന്നത്. ഇതുകൊണ്ട് തന്നെ പറമ്പിക്കുളം ആളിയാറിൽ നിന്നും കേരളത്തിന് വെള്ളം നൽകരുതെന്ന ആവശ്യം തമിഴ്നാട്ടിൽ വ്യാപകമാകുന്നു. ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂരിനോടൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.